യേശുവിൻ സാദൃശ്യമെന്നിൽ അധിക്യ ദേവാത്മാ മാവല്ലഭ ദേവാത്മാ യേശു തൻ പ്രതിമയിലുരുവാക്കിടുകെന്നേ. എന്നാൽ സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് സ്വർഗത്തിന്റെ ഒരു കോൺസുലേറ്റ് എന്നതുപോലെയാണ്. ഞാനൊരു അംബാസിഡർ ആണെങ്കിൽ എൻ്റെ സഭ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം. ഒരു കോൺസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ തനി പതിപ്പാണ് അവിടെ. ഇന്ത്യയിലെ ജർമ്മൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ ഒരു സിസ്റ്റവും അല്ല നടക്കുന്നത്. ജർമ്മനിയുടെ കോൺസുലേറ്റ് ആണെങ്കിൽ ജർമ്മൻ സിസ്റ്റം അവിടെ നടക്കുന്നത്. അമേരിക്കയുടെ കോൺസുലേറ്റ് ആണെങ്കിൽ അമേരിക്കൻ സിസ്റ്റം അവിടെ നടക്കുന്നത്. ഇന്ത്യയിലാണ് അമേരിക്കൻ കോൺസുലേറ്റ് ഇരിക്കുന്നെങ്കിലും ഇന്ത്യയുടെ ഭരണ സംവിധാനം അനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ പോകുന്നത്. അത് നിയന്ത്രിക്കുന്നതും അതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നതും അമേരിക്കൻ ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ജർമ്മൻ ഗവൺമെൻറ്റാണ്. എന്നതുപോലെ ദൈവം ഭൂമിയിലേക്ക് സഭയെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായിട്ട് സ്വർഗം എങ്ങനെയാണോ അതേപോലെ സ്വർഗത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതായത് സ്വർഗത്തിൻ്റെ ഒരു മിനിയേച്ചർ ആയിരിക്കണം. എൻ്റെ സഭയിലേക്ക് വന്നാൽ പുറത്തുനിന്നൊരാൾ വന്ന് നോക്കുമ്പോൾ, ഞാനൊരു അമേരിക്കൻ കോൺസുലേറ്റിൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, അവിടുത്തെ സിസ്റ്റം. ഞാൻ അമേരിക്കൻ കോൺസുലേറ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ സിസ്റ്റമാണ് അതിൽ അമേരിക്കയുടെ ഒരു ചെറിയ പതിപ്പാണ് ഞാനിവിടെ കാണുന്നത്, ഒരു മിനിയേച്ചർ. എന്നതുപോലെ ഏതെങ്കിലും ഒരാൾ ഈ സഭയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർ കാണേണ്ട കാഴ്ച എന്താണ്? സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ ഓടുന്നത് കാണണം. അത് നടക്കുന്നില്ലെങ്കിൽ എന്താണ്? സഭ മഹാകഷ്ടത്തിലാണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ശരി. അപ്പം അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, സഭ രക്ഷപ്പെട്ടോ അതോ കഷ്ടത്തിലാണോ ഇല്ലയോ എന്നുള്ളത്. ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ജോൺ സ്റ്റോട്ട് പറഞ്ഞത്, ലോകം എല്ലാം പരീക്ഷിച്ച് അത് പരാജയപ്പെട്ടു പോയി. ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം പഴയ മോണോക്രസി തൊട്ട് അല്ലെങ്കിൽ രാജഭരണം തൊട്ട് ഓട്ടോക്രസി വരെയുള്ള എല്ലാ കാര്യങ്ങളും ലോകം പരീക്ഷിച്ചു നോക്കി. എല്ലാ എക്കണോമിക് സിസ്റ്റംസും പരീക്ഷിച്ചു നോക്കി. ഫ്യൂഡലിസം തൊട്ട് ഇങ്ങോട്ട് താഴോട്ട്, പ്രീ കമ്മ്യൂണിസം തൊട്ട് ഫ്യൂഡലിസം തൊട്ട് അതിനുശേഷം സോഷ്യലിസം തൊട്ട് കമ്മ്യൂണിസം തൊട്ട് മിക്സഡ് എക്കോണമി വരെയുള്ള സകല എക്കണോമിക് സിസ്റ്റവും നമ്മൾ പരീക്ഷിച്ചു നോക്കി. എല്ലാ ആളുകൾക്കും നമ്മൾ ചാൻസ് കൊടുത്തു നോക്കി. പക്ഷേ ലോകമാകപ്പാടെ വല്ലാത്ത ഒരു സ്റ്റേജിലാണ്. ലോകത്തിന് ഒരിക്കലും ലോകത്തിലുള്ള പ്രതീക്ഷയില്ല. ലോകത്തിലുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു പോയി. 19th സെഞ്ച്വറിയിലും 20th സെഞ്ച്വറിയിലും ഒക്കെ വാസ്തവത്തിൽ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത സയൻസ് വന്നിട്ട് എല്ലാം ഒന്ന് ശരിയാക്കുമെന്നായിരുന്നു. പക്ഷേ 20th സെഞ്ച്വറി അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യമായപ്പോഴത്തേക്ക് സയൻസ് എന്ത് ശരിയാക്കുമെന്നല്ല, ഇത് എല്ലാം കൂടെ എന്നായി സയൻസ് നശിപ്പിക്കുന്നെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പേടി. സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വാസ്തവത്തിൽ നമുക്കൊരാശ്വാസമല്ല, ഭീതിയാണ് നൽകുന്നത്. അങ്ങനെ ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും ലോകത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജോൺ സ്റ്റോട്ട് പറഞ്ഞത്, ഇനിയിപ്പോൾ പരീക്ഷിച്ച് നോക്കാനായിട്ട് ലോകത്തിന് പോലും ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അത് സഭയാണ്. അതുകൊണ്ട് ലോകം പ്രത്യാശയോടുകൂടെ ഒരു കൗണ്ടർ കൾച്ചറിന് വേണ്ടി നോക്കുന്നത് സഭയാണ്. ഇനി ഇവർക്കിത് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ലോകത്തിൻ്റെ ചോദ്യം. പക്ഷേ ഇന്ന് നിർഭാഗ്യകരമെന്നേ പറയണ്ടു, സഭയിലേക്ക് ലോകം നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ച് പിടിച്ചതുപോലെ ഉള്ളൂ. ലോകത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. സഭയിലേക്ക് പ്രത്യാശയോടെ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ മോഡലിനെ കാണാനാണ് നോക്കുന്നത് എന്ന് വെച്ച് ഒരു തുണിക്കട കയറി കടന്നു വെച്ചോ. പക്ഷേ മോഡലിൻ്റെ ഇപ്പുറത്ത് ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ എന്തിരിക്കും? നമ്മളെ തന്നെയല്ലേ കാണുന്നത്. എന്നതുപോലെ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പ്രത്യാശയോടുകൂടെ സഭയിലേക്ക് കടന്നു വന്നാൽ സ്വർഗത്തിൻ്റെ പതിപ്പ് കാണേണ്ടതിന് പകരം ലോകത്തിൻ്റെ ഒരു പതിപ്പെന്ന് തന്നെയല്ല, ലോകത്തിൽ അവൻ കണ്ടിട്ടുള്ള എല്ലാ സിസ്റ്റത്തെക്കാളും മോശമായ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇന്ന് സഭ പോയിരിക്കുന്നത്. ലോകത്തിൽ നടക്കാത്ത കാര്യമാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ലോകത്തിൽ പോലും നടക്കാത്തത്ര നികൃഷ്ടമായ കാര്യങ്ങൾ സഭയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭ മഹാകഷ്ടത്തിലാണെന്ന് പറയുന്നതിനകത്ത് എന്താ അത്ഭുതം? അല്ലെങ്കിൽ അതിനകത്ത് എന്താ സംശയം? പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നോ അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സഭ മഹാകഷ്ടത്തിലാണ്. രണ്ടാമത് പറയുന്നത് സഭ അപമാനത്തിലാണെന്നാണ്. ഒന്ന്, മഹാകഷ്ടത്തിലാണ്. എന്തുകൊണ്ട് മഹാകഷ്ടത്തിലാണ്? ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലയിൽ സഭയെ
അല്ലെങ്കിൽ ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സഭയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് സഭ മഹാകഷ്ടത്തിലാണ്. സഭ എങ്ങനെ ആയിരിക്കണം? സ്വർഗത്തിന്റെ ഒരു കോൺസുലേറ്റ് ആയിരിക്കണം, ഒരു ചെറിയ പതിപ്പായിരിക്കണം. അത് നടക്കാത്തത് കൊണ്ട് സഭ മഹാകഷ്ടത്തിലാണ്. 2, സഭ അപമാനത്തിലാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് സഭയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ സുവിശേഷകർ, അപ്പോസ്തോലന്മാർ, അവരൊക്കെ മഹാകഷ്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അപമാനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. പൗലോസ് 1 തെസ്സലോനിക്കർ 2:2 ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുകയാണ്. അവിടെ വി വർ ട്രീറ്റഡ് ഷെയിംഫുള്ളി ഇൻ തെസ്സലോനിക്കയിൽ, അല്ലെങ്കിൽ വി വർ ട്രീറ്റഡ് ഷെയിംഫുള്ളി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും സഹിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ കാണുന്നതാണ്. എന്താ അപമാനം എന്ന് സഹിക്കുന്നത്? അത് നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടുപ്പിച്ച് അവരെ കാരാഗ്രഹത്തിലാക്കിയ കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ദേ വർ ട്രീറ്റഡ് ഷെയിംഫുള്ളി, പരിഹസിക്കപ്പെട്ടവരായി, തുപ്പലേറ്റവരായി. നമ്മുടെ പിതാക്കന്മാരൊക്കെ വാസ്തവത്തിൽ ഒത്തിരി അപമാനിക്കപ്പെട്ടവരാണ്. വഴിയിലിറങ്ങുമ്പോൾ ആളുകൾ അവരെ അപമാനിച്ചു, അവരെ കളിയാക്കി, അവരെ തുപ്പി, അല്ലെങ്കിൽ അവരെ ഏത് കാര്യത്തിലും അവരെ അപമാനിച്ചു. അങ്ങനെ അപമാനിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെയും നമ്മുടെ പിതാക്കന്മാർ സഭ പണിതത്. പക്ഷെ ഇന്ന് നമ്മുടെ അപമാനം എന്താണ്? ഇന്ന് നമ്മുടെ അപമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡനമല്ല. പീഡനത്തിലുമുപരി കേരള സഭയുടെ അപമാനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നോ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സഭ പറയുന്നത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അപമാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുവിശേഷം പറയാൻ പോയാൽ, അങ്ങനെയൊന്നും ഇപ്പം അധികം ആൾക്കാരൊന്നും പോകുന്നില്ല, പറഞ്ഞാൽ തന്നെ ആളുകൾ എന്തോ പറയുന്നത്, ഓ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാ, വെറുതെ പറയുന്നതാണ്, അതൊന്നും അല്ല ശരി എന്നൊക്കെ പറയുന്ന ആളുകളുടെ നമ്പർ ചുരുക്കമാണ്. പലപ്പോഴും ആളുകൾ പറയുന്നത്, മോനെ നീ പറയുന്നതെല്ലാം ശരിയാ, പക്ഷെ ഈ പറയുന്ന നീ തന്നെ ഇതൊന്ന് ജീവിച്ച് കാണിക്ക്, അല്ലെങ്കിൽ നിന്റെ സഭയിലുള്ളവരെ ഒന്ന് എനിക്കറിയാമല്ലോ, ഇന്നാരെ എനിക്കറിയാം അല്ലേ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപമാനിതരായി സുവിശേഷം പറയാനുള്ള നമ്മുടെ സാഹചര്യം പോലും നഷ്ടപ്പെട്ടവരായി മടങ്ങിപ്പോകുന്ന ഒരു സ്റ്റേജ്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അവിടെ പൗലോസ് എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നിങ്ങൾ നിമിത്തം, ആര് നിമിത്തമാണ്? യഹൂദന്മാരോട് പറയാണ്, അല്ലെങ്കിൽ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നുള്ളത് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നു എങ്കിൽ. ഇതെല്ലാം നമ്മളെക്കുറിച്ച് ഇന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ പറയുന്നു, യെസ് ഞങ്ങൾ പെന്തിക്കോസ്ത് ഉപദേശം അല്ലെങ്കിൽ കർത്താവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുക, ഞങ്ങൾ വേദപുസ്തകം ബ്രദറെ, ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു, ഞങ്ങൾ പാരമ്പര്യം ഒന്നും പിന്തുടരുന്ന ആളുകളല്ല, ഞങ്ങളൊക്കെ എന്താണ് വചനമാ ഞങ്ങളുടെ എല്ലാം എന്നൊക്കെ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ ദൈവാധീനം കൊണ്ട്, ദൈവകൃപ കൊണ്ട് എന്നൊക്കെയാണ്. ചോദിച്ചാലും ഉടനെ എന്താ പറയുന്നത്? ദൈവകൃപയാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്നേ സംസാരിക്കത്തുള്ളൂ. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് പറയത്തുള്ളൂ. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും ഇവൻ ഭയങ്കര ആത്മീയനാണെന്ന്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ ഒരു ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവനാണ്. അവൻ്റെ ക്ലാസ്മേറ്റ് ഒരു പെന്തിക്കോസുകാരൻ ചെറുക്കനാണ്, ഇവനും പെന്തിക്കോസ് തന്നെ. അപ്പം ഇവൻ നന്നായിട്ട് സ്മോക്ക് ചെയ്യും, എല്ലാ രീതിയിലുള്ള തോന്നിവാസങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോണിൽ അമ്മ മസ്കറ്റിൽ നിന്ന് വിളിക്കുമ്പം അമ്മയുടെ ഫോൺ നമ്പർ കാണുമ്പോഴത്തെ കയ്യിൽ സിഗരറ്റ് ഇരിപ്പുണ്ട്, പക്ഷെ ഇവൻ പറയുന്നത് മമ്മി പ്രൈസ് ദി ലോർഡ് മമ്മി. അപ്പം മമ്മി എല്ലാവരോടും പറയുന്നതെന്നറിയാമോ? ഓ എൻ്റെ മോൻ അവൻ കോളേജിൽ പഠിക്കുകയാണെങ്കിലും എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണെങ്കിലും എന്താണ് അവൻ ഫോൺ എടുത്താൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടേ പറയത്തുള്ളൂ. ആ ചെറുക്കൻ പിന്നെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നതാണ്, പക്ഷെ നമ്മുടെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? നീ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. നമ്മളെ പറയുന്നത് ബ്രദറെ, അവർക്കൊക്കെ സത്യം അറിയാൻ വയ്യാതെ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ, നമുക്കെല്ലാം ദൈവം സത്യം വെളിപ്പെടുത്തി തന്നിട്ടുള്ളോ? നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അത് ചെയ്യാതെ ഇത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ
നാച്ചുറലി സംഭവിക്കുന്നത് അറിയാമോ? അത് സഭയ്ക്ക് അപമാനമായി തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രസക്തമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലേ? ഉപദേശിക്കുന്നവർ ഇത് പറയുന്നത് തന്നെ ചെയ്യുന്നില്ല. അതുകൊണ്ട് റോമലേഖനത്തിൽ നമ്മൾ കാണുന്നത്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? പൗലോസ് ചോദിക്കുകയാണ്, എടാ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നീ ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഒരു പ്രസംഗം, നമ്മുടെ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ ഒരു പ്രസംഗം ഒരാൾ പ്രസംഗിച്ച് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന അവർ മനസ്സിലാക്കിയില്ല. ഒരാൾ പറയാണ്, അയ്യോ എനിക്കിങ്ങനെ അറിയാം, ഈ പറഞ്ഞ അതേ കാര്യം ഇങ്ങേരോടാരെങ്കിലും ഒന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ, ഉപയോഗിച്ച അതേ വാക്ക്, ഞാൻ ഒരു എഡിറ്റ് ചെയ്യാതെ പറഞ്ഞ വാക്കാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തോടാരെങ്കിലും ഒന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ. അതായത് ഇന്നത്തെ ഒരു പ്രശ്നം, എന്ത് ഞാൻ ചെയ്യുന്നില്ലയോ അത് ചെയ്യാനായിട്ട് ആളുകളെ ഉപദേശിക്കുന്നതിന് മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. കായംകുളം കൊച്ചുണ്ണിയെ പ്രസംഗിക്കാൻ വിളിച്ചാലും അയാൾ ആദ്യം പറയുന്നത്, പ്രിയമുള്ളവരെ മോഷ്ടിക്കരുത്, മോഷ്ടിക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്നായിരിക്കും പറയുന്ന. ആരാ? കായംകുളം കൊച്ചുണ്ണി മോഷ്ടിക്കരുതെന്ന് പറയുന്നത് പോലെയാ ഇന്ന് പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് വാസ്തവത്തിൽ സഭ അപമാനിതരായി തീർന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ഷേഫറിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ലോകം സഭയിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. ദൈവം പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നത് വേറെ കാര്യം. ഒരു പക്ഷേ ലോകം സഭയിൽ നിന്ന് പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും. പക്ഷേ ലോകം സഭയിൽ നിന്ന് യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ റിയൽ ആയിരിക്കണമെന്ന്, സഭ റിയൽ ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ യേശു ജീവിക്കുന്നത് പോലെ സഭയിലുള്ള മുഴുവൻ പേരും ജീവിക്കുന്നില്ലായിരിക്കാം. കർത്താവിൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ. എന്നാൽ യേശു ജീവിക്കുന്നത് പോലെ അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള 100% ആളുകൾ യേശു ജീവിക്കുന്നത് പോലെ അല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഭയിൽ വരത്തില്ല എന്നല്ല ഇന്ന് ആളുകൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യങ്ങളോട് ഒരു ആത്മാർത്ഥത, ഒരു ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു വ്യഗ്രത. എപ്പോഴും ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാം. ദൈവവും മനുഷ്യനും നോക്കുന്നത് ഇൻറ്റഗ്രിറ്റിയുള്ള ആളുകളെയാണ്, പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയാൻ അല്പം ഒരു താമസമെടുക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ അയാളുടെ മോനെയും കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു ഇവനെ ഒന്ന് ഉപദേശിക്കണം. എന്തോ ഉപദേശിക്കണം? ഉടനെ പറഞ്ഞ്, ഇവൻ ഈ വല്ലം എന്ന് പറയുന്നത് നമ്മുടെ ചക്കര മുറിച്ച് തിന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം വീട്ടിൽ ചക്കര വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചക്കര കാണത്തില്ല. അതുകൊണ്ട് ഇവനോടൊന്ന് ഉപദേശിക്കണം. എന്തുവാ? ചക്കര തിന്നരുതെന്ന് ഉപദേശിക്കണം. എന്നാൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഇന്ന് സമയമില്ലാതെ അടുത്ത ആഴ്ച നിങ്ങൾ വാ. അപ്പോൾ അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഈ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ ചക്കര തിന്നാന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വഭാവമല്ല, അത് നീ അങ്ങ് നിർത്തണം, നീ പൊക്കോളാൻ പറഞ്ഞു. ഉടനെ തള്ള ചോദിച്ചു, ഇത്രയും പറയാൻ വേണ്ടിയാണോ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു? എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത്, അതെ നിങ്ങളിത് പറയുന്ന സമയത്ത് എനിക്കും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞാനും ഇടയ്ക്കിടയ്ക്ക് ചക്കര തിന്നുമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന് ശേഷമാണ് ഇന്ന് ഈ പയ്യനോട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കർത്താവ് അതാ പറഞ്ഞത്, നിങ്ങൾ ചുമക്കാത്ത ചുമട് മറ്റൊരാളെ ചുമക്കാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കാനുള്ള അവകാശം നമുക്കില്ല, ഇല്ലേ? എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് ഇന്ന് വാസ്തവത്തിൽ സഭയെ അപമാനിക്കപ്പെടുന്നവരാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. നമ്മൾ പറയുന്നത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. സ്വാഭാവികമായി സെക്യുലർ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയില്ല, അവൻ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവൻ പറയുന്നത് പോലെ ചെയ്യുന്നവനാണെന്നാണ്. അവനൊരു വാക്ക് പറഞ്ഞാൽ അവൻ അതനുസരിക്കുന്നവൻ, അല്ലെങ്കിൽ അത് അവൻ ചെയ്തിരിക്കും. എന്നാൽ വേദപുസ്തക പ്രകാരവും ദൈവികമായി നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ്. ബിബ്ലിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പറയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ചിന്തിക്കുന്നത് പറയുകയും കൂടെ ചെയ്യുന്നതാണ്. അതായത് എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും ഒന്നുപോലെ ആയിരിക്കണം. അല്ലാതെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് വേറൊരു രീതിയിൽ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല, ഇല്ലേ? എൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഞാൻ പുറത്ത് പറയുന്നത്, അതുതന്നെ ആയിരിക്കണം ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സഭ ഒരിക്കലും അപമാനത്തിലാകുന്ന പ്രശ്നമേ ഇല്ല. നമ്മളുടെ പ്രശ്നം, നമ്മളുടെ ക്ലെയിംസ് ഒത്തിരി കൂടുതലാണ്.
ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്. ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. അസാധാരണമായ അവകാശവാദങ്ങൾ മുഴക്കുന്ന സാധാരണക്കാരാണ് ക്രിസ്ത്യാനികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർ വലിയ വലിയ ആളുകളാണ് നീന്തിക്കും. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഈ പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് ഇന്ന് സഭയ്ക്കുള്ള ഏറ്റവും വലിയ അപമാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിൻ്റെ 28 വാക്യം, റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ അകമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം പെന്തിക്കോസ്തലാകാൻ, ഉള്ളിൽ നിന്ന് വേണം. അല്ലാതെ ചുമ്മാ പുറമേ ഞാൻ പെന്തിക്കോസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ പുറമേ പറയുന്നതിന്, നമ്മൾ എന്ത് കാണിച്ചാലും പുറമേ പറയുന്നതിന് ഒരു മടിയില്ല പെന്തിക്കോസുകാരനാണെന്ന്. യേശുവിൻ സാദൃശ്യമെന്നിൽ പതിക്ക ദേവാത്മാ, മാവല്ലഭദേവാത്മാ. യേശു തൻ പ്രതിമയിലുരുവാക്കിയിടുകെന്നേ. യേശുവിൻ സാദൃശ്യമെന്നിൽ പതിക്ക ദേവാത്മാ, മാവല്ലഭദേവാത്മാ. യേശു തൻ പ്രതിമയിലുരുവാക്കിയിടുകെന്നേ. മരണസാദൃശ്യത്തിലേക്ക് ഭവിച്ചോരെല്ലാം ധരിച്ചു പുനരുത്ഥാന സാദൃശ്യവും കൂടെ. പാപത്തിനേശുവിൽ നാം മരിച്ചുപോയി തീരെ, പാപത്തിലിനി നാം വസിച്ചിടരുതങ്ങൊട്ടും. പാപത്തിനവയവങ്ങൾ ഓരോന്നും വെവ്വേറെ ശാപമരത്തിൽ തറച്ചു കൊന്നുപോയി സത്യം. വീണ്ടും പാപത്തിനെന്നെ ഉദ്യോഗിപ്പിക്കും വൈരി. വേണ്ട നിൻ ശ്രമങ്ങളൊക്കെ മാറ്റിക്കൊള്ളുക വേഗം. വിനയം ദൈവാശ്രയം വണക്കവുമേശുവിൽ വിളങ്ങി ശോഭിച്ച പോൽ നിറയട്ടെന്നുള്ളിലും. മരണത്തിൻ ഈ മർമ്മത്തെ ഗ്രഹിപ്പിച്ചേശുവിൻ മരണത്തിൻ ശക്തി എന്നിൽ വ്യാപരിച്ചിടട്ടെ. ഉയിർപ്പിന്മാശക്തിയിൽ ഞാൻ യേശുവെ അറിഞ്ഞു. ഉയിർബലത്തിൻ പുതുക്കം എന്നിൽ നിറയട്ടെ. ദൈവവാല ഭാഗത്തുയർന്നിരിക്കുമേശുവിൻ ജീവനെന്നിൽ വസിച്ചു. ജയോത്സവം കൊള്ളട്ടെ. യേശുവിൻ സാദൃശ്യമെന്നിൽ പതിക്ക ദേവാത്മാ, മാവല്ലഭദേവാത്മാ.
യേശു തൻ പ്രതിമയിലുരുവാക്കിടുകെന്നേ.